ബ്രോ എന്താണ് പ്ലസ് എപ്പിസോഡ് റിയാക്ട് ചെയ്യാത്തെ? ചേട്ടാ ജിൻഡോ ജയിച്ച ടാസ്ക് 4-5 പ്ലസ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാമോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 81 പ്ലസ് റിയാക്ഷൻ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോ ജിൻഡോ ജയിച്ച 2 ടാസ്ക് ഏഷ്യാനെറ്റ് മുക്കി എന്ന് പറയുന്നത് പ്ലസ് എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഈ ടാസ്കിൽ ഓരോ റൗണ്ടിലും 2 പേർ വീതമാണ് മത്സരിക്കുക. അപ്പൊ ടാസ്ക് 4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നുണ്ട്. ആ പ്രോപ്പർട്ടിയുടെ അറ്റത്ത് ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. ഈ കയറ് പിടിച്ച് അതിങ്ങനെ നേരെ നിർത്തി ബാലൻസ് ചെയ്യണം. എന്നിട്ട് പുറകോട്ട് പോയി അപ്പുറത്തെ സ്റ്റാൻഡിൽ നിന്നും കട്ട എടുത്ത് കൊണ്ടുവന്ന് പിന്നെ നടന്ന് ഈ കയറ് ബാലൻസ് ചെയ്ത് ഈ കട്ട കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി വെക്കണം. അങ്ങനെ ഏറ്റവും കൂടുതൽ കട്ടകൾ 3 മിനിറ്റിനുള്ളിൽ അടുക്കി വെക്കുന്നത് ആരാണോ അവരായിരിക്കും ഈ ടാസ്കിൽ വിജയി. അപ്പൊ ആ റെഡ് ലൈനിന്റെ ഇപ്പുറത്ത് നിന്ന് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ വൺസ് കട്ടകൾ നിലത്ത് വീണാൽ ആ മത്സരാർത്ഥി ഈ മത്സരത്തിൽ നിന്ന് പുറത്താവും. ആ പ്രോപ്പർട്ടിയിൽ തന്നെയാണ് വീണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം മത്സരിക്കാൻ വന്നത് അർജുനും നോറയാണ്. അടിപൊളി എന്ന് വായെടുത്ത് പറഞ്ഞുള്ളൂ, അപ്പൊ തന്നെ ഔട്ടായി. അർജുൻ 4 വെച്ചതായിരുന്നു. പക്ഷെ 5ാമത്തെ വെക്കാനുള്ള തന്ത്രപ്പാടിൽ ബാലൻസ് തെറ്റി എല്ലാം നിലത്ത് മറിഞ്ഞു വീണു. അപ്പൊ നിലത്ത് പോയി ഔട്ടാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പൊ അർജുൻ ഔട്ടായി. നോറ അവിടെ വെച്ച് ഹോൾഡ് ചെയ്ത് നിന്നു. നോറയ്ക്ക് ആ പോയിന്റ് കിട്ടി. അത് കഴിഞ്ഞ് വന്നത് ഋഷി നന്ദനയായിരുന്നു. നന്ദനയ്ക്ക് ബുദ്ധിയുണ്ട്. നന്ദന കട്ടകൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചു. അപ്പൊ പെട്ടെന്ന് പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണല്ലോ ഇതിന് വീഴാൻ ഒരു ടെൻഡൻസി കൂടാ. നന്ദന ഋഷിയും 4 കട്ട വെച്ചു. പക്ഷെ അതിനൊരു ടൈം നോട്ട് ചെയ്യുന്നുണ്ട്, എത്ര മിനിറ്റിലാണ് ഈ 4ാമത്തെ കട്ട വെച്ചതെന്ന്. കാരണം ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അവിടെ എഴുതി വെച്ചു. അടുത്തത് വന്നത് സായും സിജു ആയിരുന്നു. രണ്ടുപേരും നല്ല കിടിലിനായിട്ടൊക്കെ കളിച്ചതായിരുന്നു. പക്ഷെ സായിക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട ബാലൻസ് ചെയ്ത് അടുത്തെടുക്കാൻ പോയപ്പോ ഈ 4 മറിഞ്ഞു വീണു. 4 മറിഞ്ഞു വീണത് നിലത്ത് വീണില്ല, പക്ഷെ അതുമ്പോ തന്നെയാണ് വീണത്. പക്ഷെ സ്റ്റിൽ ആദ്യം തൊട്ട് തുടങ്ങണമല്ലോ, സമയവും തീരാറായി. അങ്ങനെ സായിക്ക് ഒരു പോയിന്റും ഇല്ല. സിജോക്ക് 4 കിട്ടി. പക്ഷെ പൊന്നു നീ സൂപ്പർന്ന് പറയല്ലേ, അപ്പൊ തന്നെ വീഴും. ജിൻഡോം അഭിഷേകുമാണ് മത്സരിക്കാൻ വന്നത്. ഓ ജിൻഡോ 5 വെച്ചിട്ടാ. അഭിഷേക് 4 ബാലൻസ് ചെയ്തു. ജാസ്മിനും ശ്രീതുമാണ് പിന്നെ വന്നത്. ജാസ്മിൻ 4 കട്ട അടിപൊളിയായിട്ട് വെച്ചു. ശ്രീതു വെച്ചെങ്കിലും എല്ലാം മറിഞ്ഞു. അപ്പൊ ഗെയിമിന്റെ റിസൾട്ട് എങ്ങനെ അനൗൺസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കട്ടയുടെ എണ്ണവും അതിനെടുത്ത ടൈമും. അപ്പൊ ഫസ്റ്റ് ജിൻഡോ 5 കട്ട വെച്ചത് ഒരാളുടെ ആയുള്ളൂ. ജിൻഡോക്ക് ഫസ്റ്റ് കിട്ടി. ജിൻഡോ ബ്രോയാണ്. സെക്കൻഡ് 4 കട്ട വെച്ച കുറെ പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കുറവ് ടൈം എടുത്ത അഭിഷേകിനും അതുപോലെ തന്നെ ജാസ്മിനും സെക്കൻഡും തേർഡും കിട്ടി. നമ്മുടെ അഭിഷേകാണ്. ജാസ്മിൻ 4 കട്ട വെച്ചു. 1 മിനിറ്റ്. പിന്നെ സംസാരമൊന്നുമില്ല, നേരെ ടാസ്കിലേക്ക് തന്നെ പോവാണ്. 5ാമത്തെ ടാസ്ക് 5 കൈത്താങ്. നിങ്ങളൊന്നുമില്ല, നേരെ ടാസ്കിലേക്ക് പോവാണ്. 5ാമത്തെ ടാസ്ക് കൈത്താങ്. ആൾക്ക് 12 എന്ന കണക്കിന് കട്ടകളും ഉണ്ടാകും. എൻഡ്യൂറൻസ് ടാസ്ക് ആയിരുന്നു. ഇങ്ങനെ ക്ഷമിച്ച് ഇങ്ങനെ നിൽക്കണം. 10 മിനിറ്റ് ഒക്കെ ഇങ്ങനെ വെറുതെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കൂടെ. കട്ടകളും ഉണ്ടാകും. അപ്പൊ ഈ ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 കട്ടകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പലകയുണ്ട്. സോ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഒരു കട്ട പിടിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാം. അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന ഓരോ ഇന്റർവെല്ലിലും 2 കട്ടകൾ 4 കട്ടകൾ അങ്ങനെ എടുത്ത് വെക്കണം. അങ്ങനെ 12 കട്ടയും വെച്ച ശേഷം ഏതെങ്കിലും ഒരു കൈ വെച്ച് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുമ്പോൾ കൈ സ്ട്രെയിറ്റ് ആയിരിക്കണം, വിരലുകളും സ്ട്രെയിറ്റ് ആയിരിക്കണം. വിരൽ ഇങ്ങനെ മടങ്ങാനും പാടില്ല, കൈ ഇങ്ങനെ മടങ്ങാനും പാടില്ല. ഇത് രണ്ടും ആയി കഴിഞ്ഞാൽ പിന്നെ നിവർത്തി വെക്കണം. സോ അങ്ങനെ ഏറ്റവും കൂടുതൽ അത് സർവൈവ് ചെയ്യുന്ന ആള് വിജയി. പരമാവധി സമയം അത് വീഴാതെ ബാലൻസ് ചെയ്ത് പിടിച്ചു നിൽക്കുക എന്നതാണ് ടാസ്ക്. ഇൻ കേസ് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ടൈമിൽ നിലത്ത് വീണ് കഴിഞ്ഞാൽ അവർ ഔട്ട്. അതല്ല ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിലത്ത് വീണാലും ഔട്ട്. അറിയാലോ. ആദ്യം മത്സരിക്കാൻ വന്നത് നമ്മുടെ നോറയും അഭിഷേകും ആയിരുന്നു. നോറ എന്ത് മണ്ടത്തര കാണിച്ച് നോറയുടെ ആദ്യത്തെ കട്ടത് ഇങ്ങനെ ഇരിക്കുന്നേ ബെസ്റ്റ് ആയിട്ട്. നോറ എങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നോറ എന്ന് വിളിച്ച വഴി നോറയുടെ പോയി. അഭിഷേക് കുറെ നേരം നിന്നെങ്കിലും കാലൊന്ന് മാറ്റി വെച്ചപ്പോ അഭിഷേകിന്റെയും പോയി. അയ്യോ ഇനി നിക്കുവായിരുന്നാ ചടപ്പാവം. 2 മിനിറ്റും 42 സെക്കൻഡും. അപ്പൊ നോറ 2 മിനിറ്റ് 45 സെക്കൻഡും അഭിഷേക് 8 മിനിറ്റ് 5 സെക്കൻഡും നിന്നു. അത് കഴിഞ്ഞ് മത്സരിക്കാൻ വന്നത് ഋഷിയും സായി ആയിരുന്നു. ഋഷി ഇങ്ങനെ അടുക്കി വെച്ചപ്പോ തന്നെ ഋഷിയുടെ പോയി. സായി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ സായിയുടെ വിരൽ ഇങ്ങനെ മടങ്ങി. അപ്പൊ വിരൽ ഉയർത്താൻ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞപ്പോഴേക്കും വിരൽ ഉയർത്തിപ്പോഴേക്കും സാധനം തേണ്ടാ താഴെ കിടക്കണം. സമയം ആരംഭിക്കുന്നതിന് മുൻപേ പുറത്തായി. അപ്പൊ ഋഷിക്ക് ടൈമൊന്നുമില്ല, ഋഷി ഔട്ടായി. സായി 10 സെക്കൻഡ്. നന്ദന നോക്കിക്കോ, നന്ദന ഇതിൽ ജയിക്കാൻ ചാൻസ് ഉണ്ട്.
പാവടാ. ദൈവം അഭിമാനിക്കാൻ എനിക്ക് 12 വെച്ച് സായി ചിരിച്ചേക്കാം അല്ലെങ്കിൽ പിണങ്ങും. സൂപ്പർ. മൂക്ക് ചൊറിയണെന്നാ? ഞാൻ ആരെങ്കിലും വന്ന് ചൊറിയും? നീ തന്നെ ചൊറിയടേ. അത് വരും, ഓട്ടോമാറ്റിക്കലി വരും. സിജോ നിൽക്കണ്ടിട്ടാ. ആ സിജോന്റെ പോയി. അടിപൊളിന്നാ പോയതാ. സൂപ്പർ 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 സൂപ്പർ. നന്ദന നിന്നത് ഇപ്പൊ നന്ദന എടുത്തതാണ് 2 സെക്കൻഡ്. അത് കഴിഞ്ഞ് മത്സരിക്കാൻ വന്ന അവിടെ ജാസ്മിനും ശ്രീതു ആയിരുന്നു. ജാസ്മിന്റെ കട്ടകൾ ഇങ്ങനെ നല്ല നേരെ നിക്കണ്ടിട്ടാ. അറിഞ്ഞോണ്ട് മടക്കുന്നല്ല കേട്ടോ. മനസ്സിലായി, അതുകൊണ്ടാ ജാസ്മിന് നീ അവിടെ അനങ്ങാണ്ട് നിക്ക്. ജാസ്മിനെ ബെൻഡ ബെൻഡ ബെൻഡ. അപ്പൊ ജാസ്മിൻ ഇങ്ങനെ പിടിച്ചോണ്ട് അപ്പൊ ജാസ്മിന്റെ കൈ ഇങ്ങനെ വളയുണ്ട്. അപ്പൊ എല്ലാവരും വിളിച്ചറിഞ്ഞു ബെൻഡ് ബെൻഡ്. ജാസ്മിൻ ബെൻഡ ആവുന്നുണ്ടേ. പറഞ്ഞപ്പോഴേക്കും ജാസ്മിന്റെ പോയി. ഇത് കൈ ബെൻഡ് ബെൻഡ് എന്ന് പറയും. മേ ബി എന്റെ ബെൻഡ് ആയിട്ടായിരിക്കും. ആ പിന്നെ ബെൻഡ് ബെൻഡ് എന്ന് പറയുന്നതിന് സുധാകരൻ നായർ എന്ന് പറയാ. അത് കഴിഞ്ഞ് വന്നടാ നമ്മുടെ അർജുനും ജിൻഡോയും. ജിൻഡോന്റെ കൈക്ക് ഓൾറെഡി ഒരു ബെൻഡ് ഉണ്ട് തോന്നുന്നു. വെച്ചപ്പോ തൊട്ട് കൈ വളഞ്ഞിരിക്കുക. അർജുൻ സ്ട്രൈറ്റ് ഉണ്ട്, കറക്റ്റാ. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ജിൻഡോന്റെ കൈ ബെൻഡ് ആവുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറയും ബെൻഡ് ബെൻഡ് എന്ന് പറയുമ്പോ ജിൻഡോ നിവർത്തും. ജിൻഡോ ബ്രോ സ്ട്രൈറ്റ് 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 സ്ട്രൈറ്റ്. പിന്നെ ബെൻഡ് ആവും. ബെൻഡ് ബെൻഡ് എന്ന് പറയുന്നത് കൈ നിർത്തും. ബെൻഡാവും നിർത്തും. ബെൻഡാവും നിർത്തും. അങ്ങനെ ജിൻഡോന്റെ പോയി. അർജുന്റെ കൈ ബെൻഡ് ആവുന്നില്ല, പക്ഷെ വിരല് ബെൻഡ് ആവുന്നുണ്ട്. അപ്പൊ ജിൻഡോന്റെ ബെൻഡ് ആവുന്ന പറയുമ്പോ ജിൻഡോ അർജുന്റെ നോക്കും. അവന്റെ ബെൻഡ് ആവുന്നില്ലോ, നിങ്ങൾ എന്താ അത് കാണുന്നില്ല, എന്റെ മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജിൻഡോ ചൂടാ. അപ്പൊ അർജുൻ നേരെ വയ്ക്കും. അതിപ്പോ അർജുൻ ഇരുന്നു. അപ്പൊ ജിൻഡോ അന്നാ ഞാനും ഇരിക്കും. പിന്നെ അല്ല ഞാനും ഇരിക്കും. രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുക. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുക. എന്നാലും അവർ ഇത് ബാലൻസ് ചെയ്ത് എഴുന്നേറ്റ് നിന്നു. പിന്നെ ജിൻഡോക്ക് ജിൻഡോന്റെ കാര്യം നോക്കിയാ പോരെ. നന്ദന കലിപ്പ്. ഓ ശ്രീധുവിന് പിടിച്ചില്ലാട്ടാ. അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ അർജുന്റെ പോയി. ഇടാൻ ഉദ്ദേശിച്ചില്ല. ജിൻഡോ പിന്നെയും പിടിച്ചോണ്ടിരുന്നു. അപ്പൊ പിന്നെയും ബെൻഡ് എന്ന് പറയും. ബെൻഡാ നിർത്തി. ബെൻഡാ നിർത്തി. സ്റ്റിൽ ലാസ്റ്റ് ജിൻഡോന്റെ. അപ്പൊ ജിൻഡോന്റെ പോയപ്പോ ജിൻഡോനെ അഭിനന്ദിക്കാൻ ആദ്യം ഓടിയെത്തിയത് ഋഷി ആയിരുന്നു. ബാക്കി ആരും അങ്ങനെ പെട്ടെന്ന് വന്നില്ല. എസ്പെഷ്യലി ജാസ്മിനും ശ്രീതു എഴുന്നേറ്റ് പോലും. അപ്പൊ ഈ നന്ദനയുടെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡ് 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 ജിൻഡോ ചേട്ടാ ബെൻഡ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇറിറ്റേഷൻ ആണല്ലോ. അപ്പൊ ജിൻഡോ ചോദിക്കാണ്, ഈ നന്ദന നിനക്ക് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? നന്ദന അതെന്ത് വർത്താനമാണ്, നിങ്ങളുടെ കൈ ബെൻഡ് ആയതുകൊണ്ടല്ലേ ഞാൻ ബെൻഡ് എന്ന് പറഞ്ഞു. പറയണേനൊരു ഇതുണ്ടല്ലോ, ഒരു മര്യാദ. 8 മിനിറ്റുകളും 9 സെക്കൻഡുകളും. 8 മിനിറ്റും 9 സെക്കൻഡും ഹോൾഡ് ചെയ്ത് അർജുൻ സെക്കൻഡ് അടിച്ചു. ജിൻഡോ എന്താണിത്? ജിൻഡോ എന്താണിത്? ബിഗ് ബോസിന് എക്സ്പ്രഷൻ ഒക്കെ വാക്കുകളില്. 12 മിനിറ്റുകളും 31 സെക്കൻഡുകളും. 12 മിനിറ്റും 31 സെക്കൻഡുമാണ് ജിൻഡോ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ജിൻഡോ പറഞ്ഞു, എന്റെ അനൗൺസ് ചെയ്യുമ്പോ എല്ലാരും ഇങ്ങനെ അടിക്കോ? അപ്പൊ ബാക്കിയുള്ളവര് ഒന്ന് പോയേ, താൻ വേണമെങ്കിൽ അടിച്ചോ, പിന്നെ തന്റെ ഷോക്ക് നിക്കല്ല ഞങ്ങള്. അപ്പൊ ഈ 2 ടാസ്ക് മാത്രമാണ് ഈ പ്ലസ് എപ്പിസോഡിൽ ഉണ്ടായതുള്ളൂ. വെറുതെ എല്ലാവരും ഇത് മെയിൻ എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്തത്. എന്തായാലും രസകരമായിട്ടുള്ള ഗെയിമുകളുമായിട്ട് ഇന്നും തുടരുന്നുണ്ട്. പക്ഷെ ഭയങ്കര ബോറടി. ബിഗ് ബോസ് ഫസ്റ്റ് ഡേയിൽ ആ ഒരു രസം രണ്ടാമത്തെ ദിവസങ്ങളിൽ കിട്ടുന്നില്ല. എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട്, അടുത്തൊരു പ്ലസ് എപ്പിസോഡ് റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ